വീട്ടമ്മയെയും മക്കളെയും കാണാതായതിന് പിന്നാലെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ ഗൗരവമുള്ള പരാതികൾ ഉയർന്നു വരികയാണ്. നിരന്തര മാനസിക പീഡനമാണ് അനീഷ് മാത്യുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. എന്നാൽ പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് പോലീസ് വിശദീകരിക്കുന്നു. തിരുവല്ല നിരണത്ത് നിന്നാണ് അനീഷ് മാത്യുവിന്റെ ഭാര്യയെയും 2 പെൺമക്കളെയും കാണാതായത്. അതേസമയം കാണാതായ റീനയുടെ വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റീന എന്ന 40 വയസ്സുകാരി, മൂത്ത മകൾ 8 വയസ്സുകാരി അക്ഷര, 6 വയസ്സുകാരി അൽക്ക എന്നിവരെ കാണാതായി 14 ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് അനീഷ് മാത്യുവിനെ കുടുംബ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയായിരുന്നു സംഭവം. ഈ സമയം വീട്ടിൽ സഹോദരന്റെ മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉറങ്ങാൻ കിടക്കുന്നു എന്ന് കുഞ്ഞിനെ ബോധ്യപ്പെടുത്തിയ ശേഷം ഇദ്ദേഹം വീട്ടിലെ മാത്യുവിനെ കാണുന്നത്. പോലീസിന്റെ നിരന്തരമായ മാനസിക സമ്മർദ്ദവും പീഡനവുമാണ് ആത്മഹത്യയ്ക്ക് പ്രേരണ എന്നുള്ളതാണ് ബന്ധുക്കൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അവൻ്റെ മാനസിക പ്രയാസം അവർ മനസ്സിലാക്കുന്നില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ഇത് തെറ്റിപ്പോയാൽ അന്നേരം ചോദിക്കും, നീ മുമ്പേ പറഞ്ഞല്ലല്ലോടാ ഇപ്പം പറയുന്നത്. അങ്ങനെയൊക്കെ അവന് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ നേരിട്ടായിരുന്നു. കാണാതായ റീനയുടെ വൃക്കകളിലൊന്ന് ദാനം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. 2 വർഷം മുൻപായിരുന്നു ഇത്. തൃശ്ശൂർ സ്വദേശിയായ ഒരാൾക്കാണ് വൃക്ക ദാനം നൽകിയത്. സാമ്പത്തികമായ എന്തെങ്കിലും മെച്ചം ഉദ്ദേശിച്ചാണോ ഇത്തരത്തിലൊരു ദാനം ഉണ്ടായിട്ടുള്ളത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും തുടരന്വേഷണത്തിൽ ഇതുകൂടി പരിഗണിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും അനീഷ് മാത്യുവിൻ്റെ അപ്രതീക്ഷിതമായ മരണം ആ കുടുംബത്തെ ആകെ പിടിച്ചൊലിച്ചിരിക്കുകയാണ്. ഞങ്ങളൊന്നും എന്നോട് ചോദിക്കാനും വയ്യ. ഞങ്ങൾ മനസ്സിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവരോട് ചോദിച്ചാലൊന്നും പറയാനുമില്ല. പറയാൻ കഴിയാത്ത വേണോ എന്നവനുള്ളിൽ ഉണ്ടായിരുന്നത്. നിരന്തരമായി ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ സഹോദര ഭാര്യ ഒപ്പമുണ്ടായിരുന്നുവെന്നും മുഴുവൻ CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ ലഭ്യമാണ് എന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ആക്ഷേപങ്ങൾക്ക് ഒട്ടും അടിസ്ഥാനമില്ല എന്ന് വിശദീകരിക്കുകയാണ് പോലീസ്. അതേസമയം തന്നെ 14 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലും മൂവരുടെയും തിരോധാനം സംബന്ധിച്ച് കാര്യമായ സൂചനകൾ പോലീസിനില്ല. തിരുവല്ല വിട്ട മൂവരും തൃശ്ശൂരിൽ ട്രെയിൻ ഇറങ്ങിയതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അവർ എന്ത് തുടർ നീക്കങ്ങൾ നടത്തി എന്നത് സംബന്ധിച്ച് യാതൊരു സൂചനയും ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. അതേസമയം റീനയ്ക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഫെബ്രുവരി മാസത്തോടുകൂടി സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ്. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ ഈ അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോകനെ അതിഗുരുതരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്.